ഹായ് ഹലോ CCയുടെ ബാങ്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CSEB ഡാറ്റ എൻട്രി പരീക്ഷയെ സംബന്ധിച്ചോളം ജിക്ക് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. IT-യും അതോടൊപ്പം തന്നെ ബാങ്ക് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ മാറ്റി നിർത്തിയാണെങ്കിൽ GK എന്നുള്ളത് അത്യാവശ്യം ബൾക്കായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷെ നമ്മളൊരു PSC എക്സാം പോലെ അങ്ങനെ വലിയ എന്താ പറയുക കീറി മുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും അവിടെ അങ്ങനെ ചോദിക്കാറില്ല. സാധാരണ GK ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ള GK ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളത്. സോ ആ ഒരു പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒന്നാണ് കറൻസികൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫ്ലാഗ്സുകൾ, പതാകകൾ, അതുപോലെ രാജ്യ തലസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. സോ നമുക്കൊരു PYQ നോക്കാം. PYQ എന്നുള്ളത് ഫ്ലാഗ്സിനെ പറ്റുള്ളതാണ്. എന്താണ് ചോദ്യം? ദ സ്റ്റാർസ് ഇൻ ദ അമേരിക്കൻ ഫ്ലാഗ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ഡാഷ്. അമേരിക്കയുടെ നാഷണൽ ഫ്ലാഗിൽ എന്താണ് അവിടെ സ്റ്റാർ ആയിട്ട് കാണിക്കുന്നത്? ഓപ്ഷൻ എ ഡിസ്ട്രിക്ട്സ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ്സ്, ഓപ്ഷൻ സി ഓഫീസേഴ്സ്, ഓപ്ഷൻ ഡി കോളനീസ്. സോ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഫ്ലാഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 50 നക്ഷത്രങ്ങളുണ്ട്. ജസ്റ്റ് ഫ്ലാഗ് ഇങ്ങനെ വരക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഫ്ലാഗിന്, നമ്മുടെ ഇന്ത്യയുടെ പതാകേനെ നമ്മൾ ത്രിരംഗ എന്ന് വിളിക്കാറുണ്ട്. ത്രിരംഗ പതാക അല്ലെങ്കിൽ ത്രിവർണ പതാക എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ പതാകേനെ നമ്മൾ വിളിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ ഫ്ലാഗിന് അവർ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് എന്നാണ് അമേരിക്കയുടെ ആ ഒരു ഫ്ലാഗിനെ വിളിക്കുന്നത്. ഓക്കെ, ഈ സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്പിൽ സ്റ്റാർസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ മൊത്തം 50 സ്റ്റാർസ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 50 സ്റ്റാർസ്. ഇനി അമേരിക്കയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. അതേസമയം അമേരിക്കയിൽ മൊത്തം 50 സംസ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ 50 സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആണ് എന്തെന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. സോ ഓരോ സ്റ്റാറും ഓരോ സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് ആ ഒരു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ അമേരിക്കയുടെ ഫ്ലാഗ്സിന്റെ ഇവല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, നമ്മൾ അമേരിക്കൻ വിപ്ലവമൊക്കെ പഠിച്ചിട്ടുള്ളവരായിരിക്കും. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടന്റെ ഒരു കോളനി ആയിരുന്നു. അങ്ങനെ ഒരു കോളനി ആയിരിക്കുന്ന സമയത്ത് അവിടെ മൊത്തം 13 കോളനികളാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടന്റെ കീഴിലായിരുന്ന ഈ ഒരു രാജ്യം എന്നുള്ളത് 13 കോളനികളായിട്ടായിരുന്നു. സോ ഈ ഒരു 13 കോളനികൾ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് എന്തുണ്ടാകുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ടാകുന്നത്. സോ തുടക്ക കാലഘട്ടത്തിൽ എത്രയായിരുന്നു? 13 സ്റ്റേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. സോ അവിടുത്തെ സ്റ്റാർസിന്റെ തന്നെ എത്രയാണ്? 13 ആണ്. പിന്നെ കാലക്രമേണ ഇങ്ങനെ അവരെ സ്റ്റാർസിന്റെ എണ്ണം കൂടി. അതനുസരിച്ച് അതിന്റെ അർത്ഥം എന്താണ്? അവിടെ സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടി. ഇപ്പോൾ നിലവിൽ 50 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. 50 സംസ്ഥാനങ്ങളും ഉണ്ട്, പതാകയിൽ 50 നക്ഷത്രങ്ങളും ഉണ്ട്. സോ ഇതാണ് അമേരിക്കൻ പതാകയെ പറ്റി നമുക്കിപ്പോൾ പറയാവുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ലോകത്തിലെ ചില പതാകകളും അതിന്റെ പ്രത്യേകതകളും, അതായത് നോർമൽ പതാകയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സവിശേഷതകളുള്ള പതാകയിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് നമ്മളൊരു ഫാക്ട് പഠിച്ചു വെച്ചോ. പതാകയെ കുറിച്ചുള്ള അല്ലെങ്കിൽ പതാകകളെ കുറിച്ചുള്ള പഠനശാഖ എന്ന് പറയുന്നത് വെക്സിലോളജിയാണ് കേട്ടോ. വെക്സിലോളജിയാണ് പതാകകളെ കുറിച്ചുള്ള പഠനശാഖയ്ക്ക് വിളിക്കുന്ന പേര്. ഇത് നിങ്ങൾക്ക് GK ആയിട്ടും ചോദിക്കാൻ, ചിലപ്പോൾ ഇംഗ്ലീഷിലും ചോദിക്കാം. നമ്മുടെ എക്സാമിന് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഇംഗ്ലീഷിലും വേണമെങ്കിൽ വെക്സിലോളജി എന്താണെന്ന് ചോദിക്കാം. പതാകകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഫ്ലാഗ്സ് ആണ് എന്തെന്ന് പറയുന്നത് വെക്സിലോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില പതാകകളുടെ വിശേഷങ്ങൾ നോക്കാം. ഒന്നാമത് ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആണ്. സാധാരണ പതാകകളെല്ലാം അല്ലെങ്കിൽ ഫ്ലാഗ്സ് എല്ലാം എങ്ങനെയാണ്? റെക്റ്റാങ്കിൾ ഷേപ്പാണ്, അല്ലെങ്കിൽ ദീർഘചതുരം എന്നുള്ള ആ ഒരു ഷേപ്പിലാണ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്വിറ്റ്സർലൻഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ വാത്തിക്കാൻ സിറ്റി ഉണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ റെക്റ്റാങ്കിൾ അല്ല, പകരം എന്താണ്? ഇവര് സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും. സ്വിറ്റ്സർലൻഡിന്റെ ഫ്ലാഗ് നോക്കിയപ്പോൾ, സ്വിറ്റ്സർലൻഡ് ഒക്കെ വേൾഡ് കപ്പിൽ കളിക്കുന്ന രാജ്യമാണ്. നമുക്ക് ജസ്റ്റ് അവർ പതാക നോക്കി അറിയാൻ പറ്റും എന്താണ് അവിടുത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ്? ഈക്വൽ ആണ്. വത്തിക്കാൻ സിറ്റി ആ ഒരു കേസ് തന്നെയാണ്. ഇനി നോൺ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ 4 വശമുള്ള ആ ഒരു രൂപത്തിനാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. നേപ്പാളിന്റെ പതാക എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക തരം ഷേപ്പാണ് ഇവിടെ കാണിക്കുന്നത്. സൂര്യചന്ദ്രന്മാരെയാണ് ആ ഒരു പതാകയിലൂടെ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ
ഈ ഒരു ഷെയ്പ്പ് നേപ്പാളിന്റെ ആ ഒരു പർവ്വതങ്ങളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നത്. സോ നേപ്പാളിന്റെ ആ ഒരു പതാകയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഈവൻ ക്വാഡിലാറ്ററൽ പോലും അല്ല. സോ ഇതൊക്കെയാണ് ഈ ഒരു ഷേപ്പിന്റെ കാര്യം പറയുന്നത്. ഇനി നമ്മൾ പ്രത്യേകതരം സിംബലുകളുള്ള ദേശീയ പതാകകൾ നോക്കുകയാണെങ്കിൽ മൊസാംബിക് ആഫ്രിക്കൻ രാജ്യമാണ്. പോർച്ചുഗീസ് ഒരു സംസാര ഭാഷയായിട്ടുള്ള ഒരു രാജ്യമാണ് മൊസാംബിക് എന്ന് പറയുന്നത്. മൊസാംബിക്കിന്റെ പതാക നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കാണാനായിട്ട് പറ്റും? ഒരു AK-47 കാണാനായിട്ട് പറ്റും. സോ നമുക്ക് എക്സാമിനാണെങ്കിൽ ചോദിക്കാം, ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് AK-47 കാണുന്നത് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തിന്റെ പതാകയിലാണത്? മൊസാംബിക്കിന്റെ പതാകയിലാണ്. ഇനി ഭൂട്ടാന്റെ പതാക എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഡ്രൂക്ക് എന്ന് പറയുന്ന ഒരു ജീവിയുടെ കാണാം. ഡ്രൂക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡ്രാഗൺ ആണ്. മലയാളത്തിൽ വ്യാളി എന്നൊക്കെ വിളിക്കും. ഭൂട്ടാൻ മാത്രമല്ല, വെയിൽസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെയും പതാകയിൽ എന്തുണ്ട്? ഡ്രാഗൺ ഉണ്ട്. പക്ഷെ വെയിൽസ് ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമൊന്നും അല്ല. ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അങ്കോർ വാട്ട്. അങ്കോർ വാട്ട് എന്ന് പറയുന്ന ആ ഒരു പതാക ഏത് രാജ്യത്താണ് നോക്കുകയാണെങ്കിൽ കംബോഡിയാണ് കേട്ടോ. കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പതാകയിലാണ് ഒരു വലിയ ക്ഷേത്രമുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളൊന്നാണ് ഈ ഒരു കംബോഡിയയിലെ അങ്കോർ വാട്ട് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിലൊരു മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമായിരുന്നു. പിന്നീട് അതൊരു ബൗദ്ധ ക്ഷേത്രമായിട്ട് കൺവേർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും രാജ്യത്തിന്റെ പതാകയിൽ ആ രാജ്യത്തിന്റെ ഭൂപടം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് അതിന് സൈപ്രസ്. സൈപ്രസിന്റെ പതാകയിൽ എന്തുണ്ട്? സൈപ്രസിന്റെ മാപ്പ് തന്നെയുണ്ട്. പക്ഷേ നമ്മൾ വേറൊരു രാജ്യം കൂടി ഉണ്ട്, കൊസോവ എന്ന് പറയുമ്പോൾ. കൊസോവ ഞാൻ ഈ വെയിൽസിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് പലരും അംഗീകരിച്ചിട്ടില്ല. സോ കൊസോവയുടെ ഫ്ലാഗിൽ എന്തുണ്ട്? ആ രാജ്യത്തിന്റെ മാപ്പ് ഉണ്ട്. ഓക്കെ. ഇനി മറ്റു ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കളർ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ജമൈക്കയുടെ കാര്യം നമുക്ക് നോക്കാം. ദ ഓൺലി നാഷണൽ ഫ്ലാഗ് ഇൻ ദ വേൾഡ് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ റെഡ്, വൈറ്റ് ഓർ ബ്ലൂ. ലോകത്തിലെ ഏത് രാജ്യങ്ങളുടെ പതാക എടുത്ത് നോക്കിയാലും അവിടെ എന്തുണ്ടായിരിക്കും? ഒന്നെങ്കിൽ വൈറ്റ് ഉണ്ടായിരിക്കും, മോസ്റ്റ് കോമൺലി വൈറ്റ്, അല്ലെങ്കിൽ ബ്ലൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റെഡ് ഉണ്ടായിരിക്കും. ഈ 3 കളറിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാത്ത പതാക ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജമൈക്കയാണ്. ഓക്കെ, ജമൈക്ക നമുക്ക് പരിചയമുള്ള രാജ്യമാണ്. നമുക്ക് ക്രിസ് ഗെയിൽ ഉണ്ട്, ഉസൈൻ ബോൾട്ട് ഉണ്ട്, അവരൊക്കെ ഉള്ള ഒരു രാജ്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ജമൈക്ക എന്ന് പറയുന്നത്. ഇനി ഡെൻമാർക്കിന്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ്? holds the Guinness World Record for the oldest continuously used national flag dating back to at least 12,019, അതായത് 1219 മുതൽ ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു പതാകയാണ് ഡെൻമാർക്കിന്റെ. കാരണം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിന്റെയാണ് ചോദിക്കുകയാണെങ്കിൽ അത് ഏതിന്റെയാണത്? ഡെൻമാർക്കിന്റെയാണ്. ഇനി ഫിലിപ്പീൻസിന്റെ പതാകയിലേക്ക് വരികയാണെങ്കിൽ ദിസ് ഫ്ലാഗ് ഹാസ് എ യൂണിക് വാർ മോഡ്. അതായത് യുദ്ധമുള്ളപ്പോൾ ഈ ഒരു രാജ്യത്തിന്റെ പതാക ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദ കൺട്രീസ് അറ്റ് വാർ ദ ഫ്ലാഗ് ഈസ് ഫ്ലോൺ അപ്സൈഡ് ഡൗൺ. അതായത് യുദ്ധമുള്ള ടൈമിലാണെങ്കിൽ ഈ ഒരു രാജ്യത്തിന്റെ പതാക എന്നുള്ളത് നേരെ തലകീഴായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ പതാകയും ജസ്റ്റ് നോക്കി പോകാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ജമൈക്കയുടെ ഫ്ലാഗ് നോക്കൂ, ഇവിടെ വൈറ്റ് ഇല്ല, റെഡ് ഇല്ല, ബ്ലൂ ഇല്ല. ഡെൻമാർക്കിന്റെ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പതാകയാണ്. ഇനി താഴെ നോക്ക്, എന്താണുള്ള? ഫിലിപ്പീൻസിന്റെ പതാകയാണ്. ഇത് ഫിലിപ്പീൻസ് യുദ്ധമില്ലാത്ത ടൈമിൽ ഉപയോഗിക്കുന്ന പതാകയാണ്. ഇനി നേരെ യുദ്ധമുള്ള ഫിലിപ്പീൻസ് ഏതെങ്കിലും രാജ്യമായിട്ട് യുദ്ധം ഡിക്ലെയർ ചെയ്തെങ്കിൽ എന്ത് ചെയ്യും? ഈ പതാക നേരെ തിരിച്ചു വെക്കും. ഇങ്ങനെ ഇരിക്കും. ഈ റെഡ് എന്നുള്ളത് മുകളിലേക്ക് കയറും. സോ ഒരു എന്താ പറയുക, ഒരു അപായ സൂചന പോലെയാണ് റെഡിൽ മുകളിൽ വരുന്നത്. സോ ഫിലിപ്പീൻസ് ഒരു രാജ്യമായിട്ട് യുദ്ധത്തിലാണെങ്കിൽ ഈ ഒരു പതാകയായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ പാരഗ്വായ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഫുട്ബോളിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള രാജ്യമാണ്. നമ്മുടെ അമേരിക്കയും ഒക്കെ ഉള്ള ആ ഒരു ഗ്രൂപ്പിലാണ് പാരഗ്വായ് ഉള്ളത്. ഈ പാരഗ്വായുടെ പതാകയ്ക്ക് സൈഡുകളുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ ആയിരിക്കും, മറ്റൊരു സൈഡ് ഇങ്ങനെ ആയിരിക്കും. സോ ദി ഓൺലി ഫ്ലാഗ് വിത്ത് 2 സൈഡ്സ് ഏതാണത്? പാരഗ്വായ് ആണ്. ഓക്കെ. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പതാകയിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ പതാകയിലേക്ക് വരികയാണ്. ഇതിന്റെ ഡിസൈൻ സിംബൽസ് നോക്കുകയാണെങ്കിൽ മുകളിലുള്ള കളർ എന്ന് പറയുന്നത് കുങ്കുമവർണ്ണമാണ്, അല്ലെങ്കിൽ കേസരി എന്ന് വിളിക്കും. കേസരി അല്ലെങ്കിൽ കുങ്കുമവർണ്ണം റെപ്രസെന്റ്സ് കറേജ്, സാക്രിഫൈസ് ആൻഡ് സ്ട്രെങ്ത്. ധീരതയെയും അതോടൊപ്പം തന്നെ ത്യാഗത്തെയാണ് എന്ത് കാണിക്കുന്നത്? നമ്മുടെ പതാകയിലുള്ള മുകളിൽ ഉള്ള കുങ്കുമവർണ്ണം കാണിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് വെള്ള? നമ്മുടെ പതാകയിലെ നടുക്കുള്ള വെള്ള കളർ കാണിക്കുന്നത് റെപ്രസെന്റ്സ് പീസ്, ട്രൂത്ത് ആൻഡ് പ്യൂരിറ്റി. സമാധാനത്തിനെയും അതോടൊപ്പം തന്നെ ശുദ്ധതയൊക്കെ കാണിക്കുന്നതാണ് വെള്ള നിറം എന്ന് പറയുന്നത്, നമ്മുടെ പതാകയിലെ വെള്ള നിറം എന്ന് പറയുന്നത്. ഇനി ഗ്രീൻ എന്താണ് കാണിക്കുന്നത്?
റെപ്രസെന്റ്സ് ഫെർട്ടിലിറ്റി, ഗ്രോത്ത് ആൻഡ് ദി ഓസ്പീഷ്യൻസ് ഓഫ് ദ ലാൻഡ്. നമ്മുടെ രാജ്യത്തെ പച്ചപ്പും വിളവെടുപ്പും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള ആ ഒരു സമ്പത്തൊക്കെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, ഈ ഒരു പച്ച നിറം കൊണ്ട് കാണിക്കുന്നത്. സോ ഇത് മൂന്നുമാണ് രാജ്യത്തെ പതാകയിലെ നിറങ്ങൾ സൂചിപ്പിക്കുന്നത്. വേറെ ഇന്റർപ്രിട്ടേഷൻ ഒന്നുമില്ല. പണ്ട് ഗാന്ധി കൊണ്ടുവന്ന ആ ഒരു പതാകയ്ക്ക് വേറെ ചില മതപരമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഫ്ലാഗ് കോഡ് പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പതാകയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പതാകയ്ക്ക് നടുക്കായിട്ട് എന്തുണ്ടാകും, ഒരു അശോക ചക്ര എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഇൻ ദ സെന്റർ ഓഫ് ദ വൈറ്റ് സ്ട്രൈപ്പ് ഈസ് എ നേവി ബ്ലൂ വീൽ വിത്ത് 24 സ്പോക്സ്. 24 അരക്കാലുകളുള്ള ഒരു ഭാഗം എവിടെയുണ്ട്, നമ്മുടെ പതാകയ്ക്ക് നടുക്കുണ്ട്. അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അശോക ചക്രം എന്ന് പറയുന്ന കളർ ഏതാണ്, നേവി ബ്ലൂ. കേട്ടോ, നേവി ബ്ലൂ ആണ് അതിന്റെ കളർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വീൽ ഓഫ് ദ ലോ ഓഫ് ധർമ്മ. ധർമ്മചക്രം എന്നൊക്കെയാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധമതത്തിന്റെ ഒരു സിമ്പലാണ് ഈ ഒരു പതാകയിലുള്ള ആ ഒരു ചക്രം എന്ന് പറയുന്നത്. കാരണം നമ്മൾ പല കാര്യങ്ങളും അശോക ചക്രവർത്തിയുടെ കാര്യങ്ങൾ കടമെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ ചിഹ്നവും അതോടൊപ്പം തന്നെ ദേശീയ പതാകയില നടക്കുള്ള സംഭവമൊക്കെ എന്താണ്, അത് അശോക ചക്രവർത്തിയുടെ ആ ഒരു തിരുശേഷിപ്പുകളൊക്കെയാണ്. അദ്ദേഹം എന്ന് പറയുന്ന ഒരു ബുദ്ധമതത്തിന്റെ പ്രചാരകനൊക്കെ ആയിരുന്നു. ധർമ്മചക്ര എന്നാണ്, ഇത് ശ്രീബുദ്ധൻ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ധർമ്മചക്ര എന്ന് പറയുന്നത്. സിംബലൈസിങ് ദാറ്റ് ദർ ഈസ് ലൈഫ് ഇൻ മൂവ്മെന്റ് ആൻഡ് ഡെത്ത് ഇൻ സ്റ്റാഗ്നേഷൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് പുരോഗതി, വേറെ അർത്ഥത്തിൽ പുരോഗതി എന്ന് നമുക്ക് പറയാം, ജീവന്റെ മുന്നോട്ടുള്ള ആ ഒരു നീക്ക് പോക്കിനെയൊക്കെയാണ് ഇത് കാണിക്കുന്നത്, ആ ഒരു ധർമ്മചക്രം കൊണ്ട് കാണിക്കുന്നത്. ഇറ്റ് റീപ്ലേസ് എ സ്പിന്നിങ് വീൽ ഫ്രം ദ ഒറിജിനൽ പ്രീ ഇൻഡിപെൻഡൻസ് ഡിസൈൻ. അതായത് നമുക്ക് പിംഗലി വെങ്കയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഭാരതത്തിന്റെ ആ ഒരു പതാക ഡിസൈൻ ചെയ്തത്. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്നതിൽ ഇവിടെ എന്താ ഉള്ളത്, ഒരു സ്പിന്നിങ് വീലാണ് അല്ലെങ്കിൽ ഒരു ചർക്ക. ആക്ച്വലി ചർക്ക എന്ന് പറയുന്ന ആക്ച്വലി എന്തായിരുന്നു, ഗാന്ധിയുടെ ഒരു ഐഡിയ ആയിരുന്നു. ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു പതാകയാണ് ഉപയോഗിക്കുന്നത്. സോ അത് മാറിയിട്ട് പിന്നെ എന്താണ് കൊണ്ടുവരുന്നത്, ധർമ്മചക്രമാണ് കൊണ്ടുവരുന്നത്. ചർക്ക മാറിയിട്ട് ധർമ്മചക്രം അല്ലെങ്കിൽ അശോക ചക്രമാണ് വരുന്നത്. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങളിലേക്ക്, ഈ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ പതാക ഡിസൈൻ ചെയ്ത ആരാണത്, പിംഗലി വെങ്കയ്യ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശുകാരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള വ്യക്തിയാണ് എന്ത് ഡിസൈൻ ചെയ്യുന്നത്, ഇന്ത്യയുടെ ആ ഒരു പതാക ഡിസൈൻ ചെയ്യുന്നത്. ഇറ്റ് വാസ് ഒഫീഷ്യലി അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൺ ജൂലൈ 22. ജൂലൈ മാസം 22-ാം തീയതിയാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യക്ക് ഒരു പതാക അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് 24 days ബിഫോർ ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 24 ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഒരു പതാക സ്വീകരിക്കുന്നത്. ഈ ഒരു ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം എ വേർഷൻ ഓഫ് ദ ട്രൈകളർ വാസ് ഹോയിസ്റ്റഡ് വാസ് ഇൻ 1906. അതായത് 1906 ഇന്ത്യക്കായിട്ട് ഒരു പതാക ആദ്യമായിട്ട് ഒരു വ്യക്തി ഹോസ്റ്റ് ചെയ്യണത് കൽക്കട്ടയിൽ വെച്ചിട്ടായിരുന്നു. ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഹോസ്റ്റിംഗ് ഓഫ് ദ കറന്റ് ഫ്ലാഗ് ഒക്കേഡ് ഓൺ August 15, 1947 അറ്റ് ദി റെഡ് ഫോർട്ട്. നമ്മൾ ഇന്ന് കാണുന്ന ത്രിവർണ്ണ നിറത്തിലുള്ള നടുക്ക് അശോക ചക്രമുള്ള ആ ഒരു പതാക ആദ്യമായിട്ട് ഒഫീഷ്യലി ഹോസ്റ്റ് ചെയ്യുന്ന 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ലീഗൽ സ്പെസിഫിക്കേഷനിലേക്ക് നമുക്ക് എങ്ങനെ ഒരു പതാക ഉപയോഗിക്കാം. കാരണം ദേശീയ പതാകയാണ്, ദേശീയ പതാക ചിന്തിക്കുന്നത് രാജ്യത്തോടുള്ള അനാദരവാണ്. സോ ദേശീയ പതാകയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ റേഷ്യോ 2:3. അതായത് 2 വീതി 3 നീളം, ഇങ്ങനെ ആ ഒരു റേഷ്യോനുണ്ടായിരിക്കണം. സോ ഇതാണ് ഇതിന്റെ ഒരു വീതി ഈസ് ടു നീളം എന്നുള്ളതിന്റെ ആ ഒരു കണക്കെന്ന് പറയുന്നത്. നമുക്ക് 3:2 എന്ന് പറയാം. നീളം വീതി ആണെങ്കിൽ 3:2, വീതി നീളമാണെങ്കിൽ 2:3. ഇതിന്റെ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് പതാക നിർമ്മിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പതാക കോഡ് ഫ്ലാഗ് കോഡ് പ്രകാരം ദ ഫ്ലാഗ് ഷുഡ് ഐഡിയലി ബി മെയ്ഡ് ഓഫ് ഖാദി. ഖാദി തുണി കൊണ്ട് മാത്രമേ എന്ത് നിർമ്മിക്കാനായിട്ട് പറ്റുള്ളൂ, ഈ ഒരു പതാക നിർമ്മിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിന്റെ മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിൽ ഇത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സംഘത്തിന് മാത്രമാണ് നിർമ്മിക്കാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കമ്പൾസറി ആയിട്ട് അങ്ങനെ പറയുന്നില്ല. ബാക്കിയുള്ളവരും എന്ത് ചെയ്യാറുണ്ട്, പതാക നിർമ്മിക്കാറുണ്ട്.
അതെവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഹുബള്ളി ഈസ് ദ ഓൺലി യൂണിറ്റ് ലൈസൻസ് ടു പ്രൊഡ്യൂസ് ആൻഡ് സപ്ലൈ ദ ഒഫീഷ്യൽ ISI സർട്ടിഫൈഡ് ഇന്ത്യൻ ഫ്ലാഗ്. ഒഫീഷ്യൽ ആയിട്ടുള്ളതും ISI സർട്ടിഫിക്കറ്റ് ഉള്ളതുമായ ഇന്ത്യൻ പതാക നിർമ്മിക്കാനായിട്ട് അനുവാദമുള്ളത് ഈ ഒരു സംഘടനയ്ക്ക് മാത്രമാണ് കർണാടകയിലെ ഹുബള്ളിയിലുള്ളത്. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെയാണ്, അത്യാവശ്യം നല്ലൊരു ജർണോളജി ബേസ്ഡ് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഓർത്ത് വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ഇന്ത്യൻ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ പതാക യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഡാണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ. കോഡ് എന്ന് പറയുമ്പോൾ നിയമസംഹിത എന്നാണ് അർത്ഥം. ദിസ് ഈസ് ദ സെറ്റ് ഓഫ് ലോ ഗവേണിംഗ് ദ ഡിസ്പ്ലേ ഓഫ് ദ ഫ്ലാഗ്. നമ്മുടെ പതാക ഡിസ്പ്ലേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് റൂൾസ് നോക്കുകയാണെങ്കിൽ ദ ഫ്ലാഗ് മാസ്റ്റ് ഓൾവേസ് ബി ഹോസ്റ്റഡ് വിത്ത് ദ സാഫ്രോൺ സ്ട്രിപ്പ് അറ്റ് ദ ടോപ്പ്. അതായത് കുങ്കുമ നിറം എപ്പോഴും മുകളിലും വെള്ള നടുക്കും പച്ച താഴെയും എന്ന രീതിയിൽ മാത്രമേ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇറ്റ് മസ്റ്റ് നെവർ ടച്ച് ദ ഗ്രൗണ്ട് ഓർ വാട്ടർ. നിലത്തോ അല്ലെങ്കിൽ വെള്ളത്തിലോ വീഴാനായിട്ട് പാടില്ല, നമ്മുടെ പതാക വീഴാനായിട്ട് പാടില്ല. ഈ റീസെന്റ് സൗദി അറേബ്യയുടെ ഗെയിം US ഹോസ്റ്റ് ചെയ്തപ്പോൾ, ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഹോസ്റ്റ് ചെയ്തപ്പോൾ ബാക്കി എല്ലാ രാജ്യങ്ങളിലെ പതാക വലിയ പതാക ഉണ്ടാക്കിയിട്ട് അത് ഗ്രൗണ്ടിൽ ഇടുകയാണ് ചെയ്തത്. പക്ഷേ സൗദി രാജാവിന്റെ സ്പെഷ്യൽ പെർമിഷനോടുകൂടി എന്ത് ചെയ്തു, സൗദിയുടെ പതാക മാത്രം ഗ്രൗണ്ടിൽ ഇടുന്നതിന് പകരം എന്ത് ചെയ്തു, കയറ്റി വെച്ചു. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇൻ 2022 2022 ഒരു നിയമ ഭേദഗതി വരുന്നുണ്ട്. ദ കോഡ് വാസ് അമെൻഡഡ് ടു അലൗ ദ ഫ്ലാഗ് ടു ബി ഫ്ലോൺ ഡേ ആൻഡ് നൈറ്റ്. അത്രയും കാലം രാത്രി കാലങ്ങളിൽ ഇന്ത്യൻ പതാക ഉയർത്താനായിട്ടുള്ള ഒരു അനുവാദമില്ലായിരുന്നു. ഇപ്പോൾ എന്താണ്, 2022 ശേഷം അത് രാത്രിയും പകലും ഒരുപോലെ തന്നെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഡിസ്പ്ലേഡ് ഇൻ ദ ഓപ്പൺ ഓർ ഓൺ എ ഹൗസ്, അതായത് ഒരു വീടുകളിൽ. ഇതിന് പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹർ ഘർ ഹർ തിരങ്ക എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് BJP ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നു. എല്ലാ വീടുകളിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, പതാക ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമൊക്കെ കൊണ്ടുവന്നു. അതിനു മുമ്പ് അങ്ങനെ പറ്റില്ലായിരുന്നു. സോ അപ്പോൾ ഈ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ലിബറലൈസ് ചെയ്തു. ഫ്ലാഗ് കോഡുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ ലിബറലൈസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഇനി ഇതൊക്കെയായിരുന്നു നമ്മുടെ പതാകയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു പതാക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ പൗരന്റെ കടമയാണ് അതിനെ സംരക്ഷിക്കേണ്ടത് ഇൻ ദ സെൻസ് അതിനെ ആദരിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലെ 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, ദേശീയ ചിഹ്നങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണമെന്ന്. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്ന ഒരു കാര്യമാണത്. സോ നമ്മൾ ഇനി നമ്മുടെ CSEB ഡാറ്റ എൻട്രിയിലേക്ക് വരാം. സോ നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാം. CCയോടൊപ്പം തന്നെ ബാങ്കിൽ നമുക്ക് ജോലി കിട്ടുന്നതാണ്. കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകളിൽ നമുക്ക് ജോലി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഫ്ലാഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ലോകത്തുള്ള രാജ്യങ്ങളുടെ കറൻസികളുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്